ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ലാബ് അസിസ്റ്റൻ്റ് ക്ലാസ്സിൻ്റെ സെക്കൻഡ് മോഡ്യൂളാണ്. സെക്കൻഡ് മോഡ്യൂളിൽ ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 5 മാർക്കിൻ്റെ മാർക്ക് ഡിവിഷനാണ് നമ്മുടെ സിലബസിൽ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. എല്ലാം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ്യൂൾ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ബ്ലഡ് കളക്ഷൻ. ഓക്കെ, എന്താണ് ബ്ലഡ് കളക്ഷൻ? അതായത് ബ്ലഡ് കളക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, ഇപ്പം ഒരു ആക്സിഡൻറ്റ് കേസിൽ അല്ലെങ്കിൽ ഒരു സർജറിയുടെ കേസിൽ അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് ആ ഒരു പേഷ്യൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രോഗിക്ക് ബ്ലഡിൻ്റെ ആവശ്യം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബ്ലഡ് ആവശ്യം വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിപ്പോൾ ഒരു സർജറി പോലത്തെ കേസിൽ ബ്ലഡ് ആവശ്യം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസ് ആവുന്ന ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, അയാളുടെ ബോഡിക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ പുറത്ത് നിന്ന് ബ്ലഡ് അയാളുടെ ബോഡിയിലേക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡ് നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യണം, അല്ലേ? ബ്ലഡ് കളക്ട് ചെയ്യണം. അപ്പം ഈ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതിന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആളുകളെ, അതിനെയാണ് എവിടെ നിന്നാണോ കളക്ട് ചെയ്യപ്പെടുന്നത് ആ ആളുകളെയാണ് നമ്മൾ പറയുന്നത് ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് ഡോണേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ടൈപ്സ് ഓഫ് ബ്ലഡ് ഡോണേഴ്സ്, അല്ലെങ്കിൽ ഒരു ഡോണർ വന്നിരിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു ഡോണറിനെ നമ്മളിപ്പം അവർക്ക് ബ്ലഡ് എടുക്കാതെ നമ്മൾ വിടുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ബ്ലഡ് അവർക്ക് നമുക്ക് ഡൊണേഷൻ അവർ പോസിബിൾ അല്ലാത്ത അവസ്ഥകൾ ഏതൊക്കെയാണ്, ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്ലാസ് എന്താണ്? ടൈപ്സ് ഓഫ് ഡോണേഴ്സ് ആണ്. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് ഡോണേഴ്സിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? 5 ടൈപ്പ് ഓഫ് ഡോണേഴ്സ് ആണ് പറയുന്നത്. 5 ടൈപ്പ് ഓഫ് ഡോണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു ബ്ലഡ് ഡോണേഴ്സിൻ്റെ ഒരു നേച്ചർ വെച്ചിട്ടാണ് ഇവരെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് പറയുന്നത് വോളണ്ടറി അല്ലെങ്കിൽ നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അപ്പം എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. രണ്ടാമത്തേത് റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ഡോണേഴ്സ്. അപ്പം വോളണ്ടറി ഓർ നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സ് പറയുമ്പോൾ എന്താണ്? നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം വോളണ്ടറി, വില്ലിംഗ് ആയിട്ട് വരുന്നവരാണ്. അല്ലെങ്കിൽ നോൺ റെമ്യൂണറേറ്റഡ് ആണ്, റെമ്യൂണറേഷൻ ഒന്നും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പ്രതിഫലം ഒന്നും വാങ്ങിക്കാണ്ട് ചെയ്യുന്നവരായിരിക്കും. രണ്ടാമത്തത് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡോണേഴ്സ്. അത് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് അതിനകത്തല്ലേ, അതായത് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കത്തില്ല അവർ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പെയ്ഡ് ഡോണേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? അവർ ബ്ലഡ് ഡൊണേഷൻ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കുന്നവരായിരിക്കും. അതാണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ അല്ലെങ്കിൽ പെയ്ഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡയറക്റ്റഡ് ഡോണർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഡയറക്റ്റഡ് ഡോണേഴ്സ് എന്ന് പറയുമ്പം സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും കൊടുക്കുന്നത്. അവരൊരു റിലേറ്റീവിനോ അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവർക്ക് ഒരു അസോസിയേഷൻ ഉള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ കണക്ഷൻ ഉള്ളവർക്ക്, ബന്ധപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നതായിരിക്കും. അടുത്തതാണ് ഓട്ടോലോഗസ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഓട്ടോലോഗസ് ഡോണേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോ, അതായത് ഇപ്പം എൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഞാൻ എനിക്ക് തന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതാണ് ഓട്ടോലോഗസ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ടൈപ്സ് ഓഫ് ബ്ലഡ് ഡോണേഴ്സ് എത്രയുണ്ട്? 5 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? വോളണ്ടറി അല്ലെങ്കിൽ നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സ്. രണ്ടാമത്തേത് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡോണേഴ്സ്. മൂന്നാമത്തേത് പ്രൊഫഷണൽ ഓർ കൊമേഴ്സ്യൽ പെയ്ഡ് ഡോണേഴ്സ്. നാലാമത്തേത് ഡയറക്റ്റഡ് ഡോണേഴ്സ്. അഞ്ചാമത്തേത് ഓട്ടോലോഗസ് ഡോണേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഡോണേഴ്സും എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ എന്താണ് വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് എന്ന്. അതായത് വോളണ്ടറി ആയിട്ട് വില്ലിംഗ് ആയിട്ട് ബ്ലഡ് കൊടുക്കാനായിട്ട് വരുന്നവർ. അപ്പോൾ ഇവരെന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഫിറ്റോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വരുന്നത്. ഇവരെന്താണ് വോളണ്ടറി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അൾട്രൂയിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമനോടുള്ള ഒരു സ്നേഹം, അതായത് നമ്മുടെ മാനവരേക്ഷയോടുള്ള സ്നേഹം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർവീസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ് മൈൻഡഡ് ആയിട്ട്
ബ്ലഡ് കൊടുക്കാൻ മുന്നോട്ട് വരുന്നവരാണ് ഈ വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവരുടെ കുറച്ച് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലോ റിസ്ക് കാറ്റഗറി ആയിരിക്കും. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാര്യം ഒന്നാമത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫിസിക്കൽ ചെക്കപ്പും അല്ലെങ്കിൽ ഹെൽത്ത് എക്സാമിനേഷനും ഒക്കെ നടത്തി ഹെൽത്ത് ഓക്കെ ആക്കി വെക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരൊരു ലോ റിസ്ക് കാറ്റഗറി ആയിരിക്കും. പിന്നെ പറയുന്നത് ഇപ്പോൾ ബ്ലഡ് ഡോണേഴ്സിൻ്റെ ഒരു പാനലിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ തന്നെയും ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ അസോസിയേഷൻ ഉണ്ടല്ലേ. അപ്പം ഡിസ്ട്രിക്ട് വൈസ് ഇപ്പോൾ കൊല്ലത്ത്, തിരുവനന്തപുരം, അങ്ങനെ ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഓരോ അസോസിയേഷനും ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട് ബ്ലഡ് ഡോണേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ബ്ലഡ് വേണ്ടി വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഇവർക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ സമീപിച്ച് കഴിഞ്ഞാൽ വില്ലിംഗ് ആയിട്ട് ഒരുപാട് പേര് ബ്ലഡ് കൊടുക്കാനായിട്ട് മുന്നോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇവർ റെഗുലറായിട്ട് ബ്ലഡ് ഡോണേഴ്സ് ആയിരിക്കും. റെഗുലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട്. നമുക്കൊരു വർഷത്തിൽ 6 തവണ മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ അല്ലെ. 6 തവണ എന്ന് പറയുമ്പം നമ്മൾ പ്രിസൈസ് ആയിട്ട് പറയുമ്പോൾ ഒരു 56 ദിവസമാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 8 വീക്സ് ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വീക്സിന്റെ ഗ്യാപ്പിലാണ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത്. പക്ഷേ ഇവർ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു സംഘടനയുടെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഹെൽത്ത് ഒക്കെ എപ്പോഴും അവർ ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ടിരിക്കുന്നവരായിരിക്കും. റിസ്ക് കുറവായിരിക്കും. പിന്നെ എന്താണ്, വില്ലിംഗ് ആയിട്ട് വരുന്നവരായിരിക്കും. ഓക്കെ, അതുപോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? വില്ലിംഗ് ആയിട്ട് ഫ്രണ്ടിലോട്ട് വരുന്നവരായിരിക്കും ഈ വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് എന്താണ്? പ്രഷറോ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റോ ഒന്നും പ്രതീക്ഷിക്കാതെ വിൽഫുള്ളി അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് അങ്ങനെ ഒരു മൈൻഡഡ് ആയിട്ട് വന്നിട്ട് ഇവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അടുത്തത് റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ബ്ലഡ് ഡോണേഴ്സ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ബ്ലഡ് ഡോണേഴ്സ് എന്തായിരിക്കും? ഇപ്പോൾ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പം അയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, ഇപ്പം എനിക്കിപ്പോൾ ഒരു അപകടം സംഭവിച്ചു വന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ്, ഇപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചിലപ്പം A പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എനിക്ക് ബ്ലഡ് തരാൻ വില്ലിംഗ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ പെട്ട ആരെങ്കിലും ആയിരിക്കും. പക്ഷേ അവർക്ക് എന്താ പറയുന്നത്, എൻ്റെ ഫാമിലിയിൽ ഈ ഒരു A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഇല്ല എന്നിരിക്കട്ടെ. അപ്പം വില്ലിംഗ് ആയിട്ട് വരുന്ന ആളുടെ ബ്ലഡ് എടുത്തതിന് ശേഷം ഇത് നമ്മൾ ബ്ലഡ് ബാങ്കിൽ കൊടുത്തിട്ട് റീപ്ലേസ്മെൻറ്റ് നടത്തും. ഓക്കെ, അപ്പം ദേ ആർ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ഓർ ഫ്രണ്ട്സ് ഓഫ് ദ പേഷ്യൻസ് who donate their blood in replacement of the blood needs of the particular patient. അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു, പക്ഷെ ചിലപ്പം സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണമെന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ റീപ്ലേസ് ചെയ്ത് പകരം ബ്ലഡ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ബ്ലഡ് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ട് വരുന്നവരായിരിക്കും. ഇവരൊരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ മെമ്പറുടെ ഒരു ആവശ്യം വന്നതുകൊണ്ട് ബ്ലഡ് കൊടുക്കാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ നാട്ടിൽ എന്താണ് പൊതുവേ ഇതൊരു കോമൺ പ്രാക്ടീസാണ് അല്ലെ. ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഒരു സർജറി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരാളെയൊക്കെ അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ റെഡിയാക്കി നിൽക്കുക, അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരാൾ റെഡി ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരാണോ ബ്ലഡ് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ട് വരുന്നത് അവരെ നമ്മൾ വിളിക്കും അല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ബ്ലഡിന് പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ട് വേറെ ബ്ലഡ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അടുത്തത് എന്താണ് വരുന്നത്? അടുത്തത് പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ അല്ലെങ്കിൽ പെയ്ഡ് ഡോണേഴ്സ് എന്ന് പറയും. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നതാണ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവർ ഈ ബ്ലഡ് ഡൊണേഷനെ അതായത് ഒരു വരുമാന മാർഗ്ഗം, അതായത് പൈസ കിട്ടാനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും ഇവർ ഈ ബ്ലഡ് ഡൊണേഷനെ കാണുന്നത്. ഓക്കെ, അവർക്ക് അവിടെ അങ്ങനെ സോഷ്യൽ സർവീസ് അങ്ങനത്തെ ഒരു മൈൻഡും ഒന്നുമില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബ്ലഡ് കൊടുക്കും. അപ്പോൾ എന്താ, ബ്ലഡ് കൊടുക്കുന്നതിന് പകരം അവർ പൈസ മേടിക്കും. പ്രത്യേകിച്ച് ഇപ്പം റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെയൊക്കെ റിലേറ്റീവ്സ് അവർ ചോദിക്കുന്ന പൈസ കൊടുക്കാൻ വില്ലിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇത് പ്രൊഫഷണൽ പോലെ സ്വീകരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഈ ഒരു കൊമേഴ്സ്യൽ അല്ലെങ്കിൽ പെയ്ഡ് ഡോണേഴ്സിന് ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മറച്ചു വെക്കും. കാര്യം അവർക്ക് അവിടെ മോണിറ്ററി ബെനിഫിറ്റ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മറച്ചു വെക്കാം. അതുപോലെ തന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ഒരാളായിരിക്കും, ചിലപ്പോൾ അത് മറച്ചു വെച്ചിട്ടായിരിക്കും അവർ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ പറയുന്നുണ്ട് അതായത് വർഷത്തിൽ 6 തവണ മാത്രമേ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ അതായത് 2 മാസം അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 വീക്സ് അല്ലെങ്കിൽ 56 ഡേയ്സ് എന്ന് പറയാം നമ്മളിനി പറയുന്നുണ്ട്. അപ്പം ആ ഒരു ടൈം പീരീഡിന് മുന്നേ തന്നെ വന്നിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആവും ഇങ്ങനത്തെ ഉള്ള ആളുകൾ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതായത് നമ്മുടെ ബ്ലഡിൻ്റെ കമ്പോണൻസിനകത്തൊക്കെ ഉള്ള വേരിയേഷൻ കാരണം ഇതൊരു ക്വാളിറ്റി ഇല്ലാത്ത ബ്ലഡ് ആയിരിക്കും ഈ പേഷ്യൻറ്റിന് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. അപ്പം അൺസേഫ് ബ്ലഡിൻ്റെ സപ്ലൈക്ക് ഇത് കാരണമായിട്ട് മാറും.
മാറും. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ അല്ലെങ്കിൽ പെയ്ഡ് ഡോണേഴ്സിൻ്റെ ആ ഒരു ബ്ലഡ് ഡൊണേഷനെ കൊണ്ടുള്ള ഒരു പ്രശ്നം. ഓക്കെ, അപ്പം ദേ ആർ ദ പീപ്പിൾ ഹു റിസീവ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ ബ്ലഡ് ഡൊണേറ്റ്. പിന്നെ 2 ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറയുന്നത് എന്താണ്? ഒന്ന്, റീസെൻറ്റ് ട്രാൻസ്ഫ്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവരത് മറച്ചു വെക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അല്ലേ, എന്തെങ്കിലും ഇൽനെസ് ഉണ്ടെങ്കിലൊക്കെ അവർ മറച്ചു വെക്കാം. അത് കാരണം അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈക്ക് അത് കാരണമായിട്ട് മാറും. ഓക്കെ, അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു, ഈ ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ ബ്ലഡ് സപ്ലൈ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു സേഫ് മെത്തേഡായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഇവരെന്താണ് സബ്സീക്വൻ്റ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. ഇപ്പം 2 months കൂടുമ്പോൾ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണത്, പക്ഷേ ഇവർക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ഒരു ആവശ്യം വരുമ്പം ബ്ലഡ് ഡൊണേഷനിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ക്വാളിറ്റി ഇല്ലാത്ത എന്ത് ചെയ്യുന്നു, ബ്ലഡിൻ്റെ കമ്പോണൻസ് ആയിരിക്കും അവരുടെ ബ്ലഡിലുണ്ടാവുക. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി ഇല്ലാത്ത ബ്ലഡിൻ്റെ ഡൊണേഷൻ അവിടെ കാരണമായിട്ട് മാറും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്തത് ഡയറക്റ്റഡ് ഡോണർ എന്താണ്? ഡയറക്റ്റഡ് ഡോണർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു അപ്കമിങ് ഒരു സർജറി വരുന്ന ഒരു പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ ആ പേഷ്യൻറ്റിന് സർജറി വരുന്ന സമയത്ത് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഡോക്ടർ പറയും ഇന്ന പോലൊരു സർജറി വരുന്നുണ്ട്, അപ്പം നിങ്ങൾ ഈ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളുകളെയൊക്കെ റെഡിയാക്കി നിർത്തണം, നമുക്ക് ബ്ലഡിന് ആവശ്യം വരും, അപ്പം എപ്പം വേണമെങ്കിലും ആവശ്യപ്പെടുന്ന സമയത്ത് ഡോണേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ ഡയറക്റ്റഡ് ഡോണേഴ്സ് വരിക. അതായത് പേഷ്യൻറ്റിൻ്റെ ഏത് ബ്ലഡ് ഗ്രൂപ്പാണോ, അപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ ഒരു A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ സെയിം ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളെ തന്നെ അവർ അവൈലബിൾ ആക്കി വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ആയിരിക്കാം. നമ്മൾ നേരത്തെ ഒരു റീപ്ലേസ്മെൻറ്റ് ഡോണർ പറഞ്ഞു, അവിടെ എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ് അല്ലേ. അതായത് പകരം നമ്മൾ വേറെ ബ്ലഡ് ബാങ്കിൽ നിന്നൊക്കെ ബ്ലഡ് അറേഞ്ച് ചെയ്യുന്നതിന് പകരം കൊടുക്കുകയാണ്. ഇവിടെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആ ഒരു എന്താ പറയുന്നത് എപ്പോഴും ബ്ലഡ് കൊടുക്കാനായിട്ട് വില്ലിംഗ് ആയിട്ട് വരുന്നവരായിരിക്കത്തില്ല. ഇവരുടെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു പരിചയക്കാരന് ബ്ലഡിൻ്റെ ആവശ്യം വന്നതുകൊണ്ട് മാത്രം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് വരുന്നവരായിരിക്കും. പിന്നെ ചില പ്രത്യേക കമ്മ്യൂണിറ്റിക്കാർക്കിടയിൽ ഇങ്ങനെ എന്താ പറയുക, ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ളവരിൽ നിന്ന് മാത്രമേ ബ്ലഡ് എടുക്കൂ, അങ്ങനെയൊക്കെയുള്ള എന്താ പറയുന്ന വെറും അൺസയൻറ്റിഫിക് ആയിട്ടുള്ള വിശ്വാസങ്ങളുടെയൊക്കെ പുറത്ത് അങ്ങനെ മാത്രം ബ്ലഡ് കൊടുക്കുന്നവരുണ്ട്. ചിലർ സെയിം ഏജ് ഗ്രൂപ്പ് നോക്കിയിട്ട് അങ്ങനെ കൊടുക്കും. അപ്പം ഡയറക്റ്റ് ഡോണറുടെ ഒരു പ്രശ്നം ഇതാണ്. അതായത് എന്താണ്, അവർ ഈ പറയുന്ന കണക്ക് ഈ അവരുടെ ആ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് ബ്ലഡ് കൊടുക്കൂ, അതൊരു കാര്യം. പിന്നെ പലപ്പോഴും എന്ത് ചെയ്ത് ബാക്കിയുള്ളവർക്ക് വില്ലിംഗ് ആയിട്ട് ബ്ലഡ് കൊടുക്കാനായിട്ട് അവർ വില്ലിംഗ് ആയിരിക്കത്തില്ല. പിന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ, ഈ ഡയറക്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ അവരുടെ റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരിൽ നിന്നൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇൻഫെക്ഷൻ ഉള്ള ഒരു സാധ്യത വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡയറക്റ്റ് ഡോണറിൻ്റെ കേസിലുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഓട്ടോലോഗസ് ഡോണർ. അപ്പോൾ ഓട്ടോലോഗസ് ഡോണർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഓട്ടോലോഗസ് ഡോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ പിന്നീട് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് അല്ലേ. ഇപ്പോൾ നിങ്ങളിപ്പം നമ്മുടെ യൂട്യൂബൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ PRP ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടായിരിക്കും. അതായത് ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും അതിലൊക്കെ ഹെയറിൻ്റെ പ്രോബ്ലംസ് ഒക്കെ മാറ്റാനും PRP ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇത് സിമിലർ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ. അതായത് നമ്മുടെ തന്നെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അത് പ്ലേറ്റ്ലെറ്റ് റീപ്ലേസ്മെൻറ്റ് അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പം ഈ PRP ട്രീറ്റ്മെൻറ്റിൽ നമ്മുടെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്ത് അതിനകത്ത് നിന്ന് പ്ലേറ്റ്ലെറ്റ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് തന്നെ ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു ഓട്ടോലോഗസ് ഡോണറിൻ്റെ പോലത്തെ ഒരു പ്രൊസീജിയറാണ് അതിനകത്ത് നടക്കുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് നമുക്ക് തന്നെ യൂസ് ചെയ്യുന്നു. ഇത് പിന്നെ വേറെയും കേസുകളിൽ യൂസ് ചെയ്യും. ഇപ്പം നമ്മുടെ ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒക്കെ വരുന്ന കേസിൽ നമുക്ക് അതായത് പോസ്റ്റ് സർജറി ആയിട്ട്, അതായത് സർജറിക്ക് ശേഷം നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസ് ചെയ്യുന്ന അവസ്ഥ വരും. അപ്പോൾ ബ്ലഡ് ലോസ് ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഹൈപ്പോവോളീമിയ പോലത്തെ അവസ്ഥകളൊക്കെ അല്ലെങ്കിൽ ഷോക്കിലേക്കൊക്കെ പോകും. അപ്പം ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഇത് തിരിച്ച് നമുക്ക് തന്നെ തരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഓട്ടോലോഗസ് ഡോണർ എന്ന് പറയുന്നത്. അപ്പം 5 ടൈപ്സ് ഓഫ് ഡോണേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോൺ റെമ്യൂണറേറ്റീവ് ഡോണേഴ്സ് അല്ലെങ്കിൽ എന്താണ് വോളണ്ടറി ഡോണേഴ്സ് എന്ന് പറയും. അതായത് വില്ലിംഗ് ആയിട്ട് വരുന്നവർ. അവരെന്ന് പറയുമ്പോഴത്തേക്ക് റിസ്ക് കുറവാണ്, അതിലൊക്കെ എപ്പോഴും ഫ്രീക്വൻറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് അവർ ഫ്രീ ഓഫ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി വളരെ വില്ലിംഗ് ആയിട്ട് വിൽഫുള്ളി വന്ന് ഡൊണേറ്റ് ചെയ്യുന്നവരായിരിക്കും. 2 പറഞ്ഞത് റീപ്ലേസ്മെൻറ്റ് ഡോണേഴ്സ് ആയിരിക്കും. റീപ്ലേസ്മെൻറ്റ് ഡോണേഴ്സ് എന്താണ്, അതായത് ഇപ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പിന് പകരമായി
ആയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുന്നു. ഇതും ഈ പറഞ്ഞ പേഷ്യൻറ്റുമായിട്ട് അസോസിയേഷൻ ഉള്ളവരോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവോ ഒക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ വരുന്നത് എന്താണ്? മൂന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞത് പെയ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ഡോണേഴ്സ് എന്ന് പറയുന്നത്. അതായത് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി മാത്രം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇവരുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇവർ മറച്ചു വെക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവർ ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ബ്ലഡ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ക്വാളിറ്റി ഇല്ലാത്ത ബ്ലഡിൻ്റെ ഡൊണേഷന് കാരണമായിട്ട് മാറും. ഇനി നാലാമത്തെയാണ് ഏത്? നമ്മുടെ ഡയറക്റ്റഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റഡ് ഡോണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പേഷ്യൻറ്റുമായിട്ട് റിലേഷനിലുള്ള ആളുകൾ അല്ലെങ്കിൽ പേഷ്യൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നടക്കുന്നവർ, അത് ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആവാം. ഓക്കെ, അപ്പോൾ അവർ ആ പേഷ്യൻറ്റിന് വേണ്ടി മാത്രം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അപ്പം അവിടെ ഒരു കേസ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു റിസ്ക് ഉണ്ട്. ഓക്കെ, പിന്നെ അവസാനത്തെയും അഞ്ചാമത്തെയുമായിട്ടുള്ള കാറ്റഗറിയാണ് ഓട്ടോലോഗസ് ഡോണർ. അതായത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് തന്നെ യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ ബ്ലഡിൻ്റെ കമ്പോണൻസ് ആവാം അല്ലെങ്കിൽ ബ്ലഡ് തന്നെ ആവാം, അത് നമുക്ക് തന്നെ യൂസ് ചെയ്യുന്നു. അതാണ് ഓട്ടോലോഗസ് ഡോണർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡോണർ സെലക്ഷൻ ആണ്. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് ഡോണേഴ്സ് കണ്ടു. ഇനി അടുത്ത ഡോണർ സെലക്ഷൻ. അതായത് ഈ വരുന്ന ഡോണറിനെ സെലക്ട് ചെയ്യണം അല്ലേ? അല്ലാണ്ട് വെറുതെ വരുന്ന എല്ലാവരെയും പിടിച്ചിട്ട് നമുക്ക് അവരുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കണം. അതായത് ആ ഡോണറോട് തന്നെ ചോദിച്ചിട്ട് അയാളുടെ പ്രീവിയസ് അസുഖങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. അതാണ് മെഡിക്കൽ ഹിസ്റ്ററി. രണ്ടാമത്തെ എന്താണ്? പ്രിലിമിനറി ഹെൽത്ത് ചെക്കപ്പ്. അതായത് ഇയാൾ വന്നിരിക്കുന്ന സമയത്ത് ഇയാൾ ഫിറ്റ് ഫോർ ബ്ലഡ് ഡൊണേഷൻ ആണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസ് ഓർ ദ ബ്ലഡ് ബാങ്ക് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ദാറ്റ് ബ്ലഡ് ഡൊണേഷൻ ഈസ് സേഫ് ഫോർ ദ ഡോണർ ആസ് വെൽ ആസ് ദ റെസിപ്പിയന്റ്. അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് റെസിപ്പിയന്റിനും ഗുണം ഉണ്ടാവണം, അതിലൊക്കെ തന്നെ എന്താണ്, ഡോണർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാനും പാടില്ല. അതായത് രണ്ട് കൂട്ടർക്കും സേഫ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമ്മൾ അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അതായത് എന്താണ്, ചില കാറ്റഗറിയിലുള്ളവർ അല്ലെങ്കിൽ ചില ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർ ഡോണേഴ്സ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തന്നെ ബോഡിക്ക് പ്രശ്നമായിട്ട് മാറും അല്ലേ? നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് വരുന്നത്, എന്നിട്ട് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് നമുക്ക് തന്നെ പ്രശ്നം ഉണ്ടാവരുത്. ഓക്കെ, അപ്പം അത് അങ്ങനത്തെ കുറച്ച് അസുഖം അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ പിന്നീട് കാണും. അപ്പം ഡോണർ സെലക്ഷന് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് മെഡിക്കൽ ഹിസ്റ്ററിയും, രണ്ട് പ്രിലിമിനറി ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ഒരു ഡോണർ നമ്മുടെ അടുത്തേക്ക് വരുന്നു. ഡോണർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇയാളുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഡോണർക്ക് ആദ്യം നമ്മളൊരു അവയർനെസ് കൊടുക്കണം. അതായത് ഇന്ന അസുഖങ്ങളുള്ളവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ആൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടാവും, ഇനി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളിന് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്നീട് പ്രശ്നങ്ങളാവും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കണം. അപ്പോൾ ഓക്കെ, അപ്പം ഈ ബ്ലഡ് ഡൊണേഷന് വന്നിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുക ബ്രോഷേഴ്സോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ ഒക്കെ നമുക്ക് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കാനും അവർക്ക് സ്വന്തമായിട്ട് തന്നെ ബ്ലഡ് ഡൊണേഷനിൽ നിന്ന് മാറാനും ഒക്കെ സഹായിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രീ ഡൊണേഷൻ കൗൺസിലിംഗ് കൊടുക്കും. അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കും. അതായത് ഇതൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളിപ്പോൾ ലാസ്റ്റ് ബ്ലഡ് കൊടുത്തിട്ട് എത്ര നാളായി, 2 മാസത്തിന് മുകളിലായോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും വാക്സിനേഷൻസ് എടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടോ, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഉള്ള ഒരു ട്രെയിൻഡ് സ്റ്റാഫ് അവർക്കൊരു പ്രീ കൗൺസിലിംഗ് കൊടുക്കും. ഓക്കെ, അപ്പം ഈ പ്രീ കൗൺസിലിംഗ് ഇൻഫർമേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഒന്ന് ഹൈ റിസ്ക് ബിഹേവിയർ. അതായത് ഹൈ റിസ്ക് ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ബ്ലഡ് ഡോണേഴ്സിന് എന്ത് പറയാം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങൾ വരും. അപ്പം എപ്പിലെപ്സി പോലുള്ളവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കുലേറ്ററി ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉള്ളവർക്ക്, അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും റീസെൻ്റ് ആയിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള ഒരാളായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പം ഇൻഫെക്ഷൻ ഉള്ള ഒരാളുമായിട്ട് കോൺടാക്റ്റിൽ വന്ന ഒരാളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇയാളുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താണ്, അതൊരു ഹൈ റിസ്ക് കാറ്റഗറിയാണ്. ചിലപ്പം ഇയാളുടെ ബോഡിയിൽ ആ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ കിട്ടുന്ന റെസിപ്പിയൻറ്റിൻ്റെ ബോഡിയിലേക്കും കൂടി അത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരാളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കിയിട്ട് അയാൾക്കൊരു ഇൻഫെക്ഷൻ കൊടുക്കുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. പിന്നെ രണ്ടാമത്തത് ഡോണർ സെൽഫ് എക്സ്ക്ലൂഷൻ ഓർ കോൺഫിഡൻഷ്യൽ യൂണിറ്റ് എക്സ്ക്ലൂഷൻ ഫോർ പേഷ്യൻറ്റ് സേഫ്റ്റി. അതായത് ഈ നമ്മൾ ഇപ്പോൾ ഒരു ഡോണറായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ഡോണറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷെ അവിടെ എത്തി എന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്
കണ്ടുപിടിക്കപ്പെടുന്നത്. എനിക്ക് പോലും അറിയില്ലായിരുന്നു എനിക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് ആ ഹോസ്പിറ്റലിൽ കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അവരത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം അല്ലേ. പിന്നീട് എന്താണ്, നിങ്ങൾക്ക് ഇപ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അസുഖം ഉള്ളതുകൊണ്ട് നിങ്ങളൊരു എലിജിബിൾ ഡോണർ അല്ല എന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്നെ ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ആദ്യമേ ഇവർക്കൊരു അവയർനെസ് കൊടുക്കുമല്ലോ, ഒരു പ്രീ കൗൺസിലിംഗ് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ പ്രീ കൗൺസിലിംഗ് ഇപ്പോൾ എനിക്കാണ് തരുന്നത്, ഞാനാണ് ഡോണർ. അപ്പം ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അയ്യോ എനിക്ക് ഈ റീസെൻ്റ് ആയിട്ടൊരു ഇൻഫെക്ഷൻ വന്നതാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഇപ്പം ട്യൂബർക്കുലോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷം ആയോളല്ലോ, അപ്പം ഞാനൊരു എലിജിബിൾ ഡോണർ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ബ്ലഡ് ഡൊണേഷനിൽ നിന്ന് മാറി നിൽക്കുന്നു. അതാണ് ഡോണർ സെൽഫ് എക്സ്ക്ലൂഷൻ. അതായത് ഈ പ്രീ കൗൺസിലിംഗ് അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് പറയുകയാണ്, ഞാൻ ബ്ലഡ് കൊടുക്കുന്നില്ല, ഡോണർ സെൽഫ് എക്സ്ക്ലൂഷൻ. പിന്നെ എന്താണ് പറയുന്നത്, ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ മേലുള്ള ടെസ്റ്റ്. നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കല്ലേ, ഹീമോഗ്ലോബിൻ കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ സംഭവങ്ങളുണ്ടോ, അതൊക്കെ ചോദിച്ചിട്ട് അവർ അതിന് വേണ്ടിയിട്ട് ആ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതാണ് ടെസ്റ്റ് ക്യാരിഡ് ഔട്ട് ഓൺ ഡൊണേറ്റഡ് ബ്ലഡ്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ടെസ്റ്റ് റിസൾട്ട് എന്താണ്, ഇപ്പം ഞാൻ ബ്ലഡ് കളക്ട് ചെയ്തു, അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഇപ്പോൾ HIV പോസിറ്റീവ് ആണോ, അപ്പോൾ ഞാൻ പറയും ഇല്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ അവർ പറയും എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ഞാൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യോ? ഇല്ല, അത് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി ടെസ്റ്റ് റിസൾട്ടാണ്. പകരം ഒരു ഡോണർ എന്ന രീതിയിൽ എന്നെ അവർ റിജക്റ്റ് ചെയ്യും. ഇനി ഇത് വേറൊരു അസുഖത്തിൻ്റെ കേസിലാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, ആ ഒരു റിസൾട്ട് അവർ കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം. അതൊരു മെഡിക്കൽ എത്തിക്സിൻ്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ നീഡ് ഫോർ ഓണസ്റ്റ് ആൻസേഴ്സ് ഇൻ വ്യൂ ഓഫ് വിൻഡോ പീരീഡ്. എന്താ വിൻഡോ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഇൻഫെക്ഷനുമായിട്ട് ഇതിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനുള്ള ഒരാളുമായിട്ട് നമ്മളൊരു കോണ്ടാക്റ്റിൽ പോയ സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് പ്രവേശിക്കും. പ്രവേശിച്ചു എന്നിരിക്കട്ടെ. പ്രവേശിച്ച് കഴിഞ്ഞാൽ പോലും ഈ നമുക്ക് സിംറ്റംസ് വരുന്ന എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും? കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ അത് 3 to 4 days ആവാം, ചിലപ്പോൾ അതൊരു 2 weeks വരെ ആകാം. അപ്പം ഇവിടെ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ്റെ കേസിൽ ഒരു വിൻഡോ പീരീഡ് പറയുന്നുണ്ട്. അതായത് അതൊരു 7 to 10 days ആണ് പറയുന്നത്. അതായത് 7 മുതൽ 10 ദിവസം വരെ. അതായത് ആ ഒരു സമയം നമ്മൾ നോക്കിയിട്ട് മാത്രമേ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ബ്ലഡ് അയാളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്, ആ ഒരു വിൻഡോ പീരീഡിൽ ഇപ്പോൾ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡോണർ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഡോണറുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ അടുത്ത സമയത്ത് ഇപ്പം ഇവിടെ ഇങ്ങനെ വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു ഡിസീസ് പോകുന്നുണ്ട്, ഒരു ഇൻഫെക്ഷൻ പോകുന്നുണ്ട്, അപ്പം നിങ്ങൾ അങ്ങനെ ഇൻഫെക്ഷനുള്ള ആരുമായിട്ട് എന്തെങ്കിലും ഒരു കോൺടാക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പം അയാൾ സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, ഞാൻ അയാളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ. നേരെ മറിച്ച് അയാളത് മറച്ചു വെക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അവർ പറയും അങ്ങനെ ഒരു കോൺടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ, ഒരു 7 to 10 days വെയിറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് കാര്യം ബ്ലഡിൽ ഈ ഇൻഫെക്ഷൻ വരാൻ ദിവസം എടുക്കും. അതുകൊണ്ടാണ് അപ്പം ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ പോലും റിസൾട്ട് അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പേഷ്യൻറ്റുമായിട്ടൊരു കോൺടാക്റ്റിൽ വന്നതല്ലേ, അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന്. ഇല്ല, ചിലപ്പോൾ ബ്ലഡിൽ ഈ ഒരു ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് അപ്പിയർ ചെയ്യാൻ ദിവസം എടുക്കും. അതുകൊണ്ടാണ് ആ ഒരു വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോ പീരീഡിൽ എന്താണ് ആ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പം നമ്മൾ സത്യസന്ധമായിട്ട്, ഡോണർ സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. അതായത് എന്താണ്, ഞാനിങ്ങനെ ഒരാളുമായിട്ട് കോൺടാക്റ്റിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അസുഖം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു 7 to 10 days അവരൊന്ന് എക്സ്ക്ലൂഷനിൽ വെക്കും. അടുത്തത് ഡോണറുടെ ഒരു രജിസ്ട്രേഷൻ ഫോമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പ്രിലിമിനറി ഒരു എന്താ പറയുക ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തു. പിന്നെ ഡോണർ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം നമ്മളൊരു മെഡിക്കൽ ഹിസ്റ്ററി ക്വസ്റ്റ്യനെയർ കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു സാമ്പിൾ, ഒരു മെഡിക്കൽ ഹിസ്റ്ററി ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, പേഷ്യൻറ്റിൻ്റെ നെയിമുണ്ട്, ഏജ് ഉണ്ട്, അതുപോലെ തന്നെ പേഷ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, അതെന്തായാലും ഉറപ്പായിട്ട് വേണം അല്ലേ, പേഷ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയണം. പിന്നെ സെലക്റ്റഡ് ടൈപ്പ്, അതായത് ഇപ്പോൾ ചിലപ്പം പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ വേണ്ടിയിട്ടായിരിക്കും, അപ്പോൾ ഏത് ടൈപ്പ് ബ്ലഡ് കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോൾ ബ്ലഡ് ആണോ, അപ്പോൾ അതവിടെ മെൻഷൻ ചെയ്യണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ബാക്കി ഡീറ്റെയിൽസ്, ഇപ്പോൾ മൊബൈൽ നമ്പർ, മെയിൽ ID, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ എന്താണ് ലാസ്റ്റ് ടൈം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്
എന്നാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടക്കുന്ന ഒരു മെഡിക്കൽ ക്വസ്റ്റിനെയർ അത് ഫില്ല് ചെയ്യണം. അത് ഒന്നീ ഡോണർ തന്നെ ഫില്ല് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ തന്നെ ഒരു ക്ലിനിക്കൽ സ്റ്റാഫ് വന്നിട്ട് അത് ഫില്ല് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ക്വസ്റ്റിനെയർ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഇയാളെ അക്സെപ്റ്റ് ചെയ്യണോ, ആസ് എ ഡോണർ ഇയാളെ അക്സെപ്റ്റ് ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്, ഡോണർ രജിസ്ട്രേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. ഡോണർ രജിസ്ട്രേഷനിൽ നമ്മളൊരു മെഡിക്കൽ ക്വസ്റ്റിനെയർ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ മെഡിക്കൽ ക്വസ്റ്റിനെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ സ്കാനിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഒരുപാട് സ്കാനിങ് ഒക്കെ നടത്തുന്ന സ്കാനിങ് സെൻറ്റേഴ്സിൽ ചെല്ലുന്ന സമയത്ത് അവർ നമുക്കൊരു ക്വസ്റ്റിനെയർ പോലത്തെ ഒരു ഇത് തരും. ഇത് അവിടെ വരുന്ന എല്ലാ പേഷ്യൻറ്റിനും കൊടുക്കും. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലാസ്റ്റ് ഇതെന്നായിരുന്നു, നിങ്ങൾക്ക് റീസെൻ്റായിട്ട് സർജറി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്, അല്ലെ ഇപ്പം നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ സ്കാനിങ്ങിന് പോകുന്ന സമയത്തുള്ള ക്വസ്റ്റിനെയറിൽ എന്തായിരിക്കും കൊടുക്കുക, നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി എന്നായിരുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അബോർഷൻ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനെയർ തന്നെ ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ, അതായത് എന്താണ്, എല്ലാവർക്കും ഒരേ ക്വസ്റ്റിനെയർ തന്നെ ഒരു ഫോർമാറ്റിൽ കൊടുക്കുമ്പോൾ എന്താ ഗുണം, ഇപ്പോൾ ഈ ഒരു ക്ലിനിക്കൽ സ്റ്റാഫാണ് പോയിരുന്നിട്ട് അയാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാന്നിരിക്കുക, ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ചെന്നിട്ട് ഒരു ഡോണറുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഞാൻ സ്റ്റാഫാണ്, അപ്പം ഞാൻ ചോദിക്കുന്ന സമയത്ത് പേര് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു, പക്ഷെ ഞാനൊരു കാര്യം വിട്ടുപോയി, എന്താണ്, ലാസ്റ്റ് എന്നാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതെന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം ഒരു പ്രിന്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനെയർ കൊടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ വന്നിരിക്കുന്ന എല്ലാ ഡോണേഴ്സിൽ നിന്നും നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ട് അല്ലേ, സെയിം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സെയിം ഇൻഫർമേഷൻ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കളക്ട് ചെയ്യാനായിട്ട് ഒരു മെഡിക്കൽ ക്വസ്റ്റിനെയർ നമുക്ക് റെഡിയാക്കി വെച്ചാനായിട്ട് മതി. ഓക്കെ, അപ്പോൾ ചിലപ്പം ക്ലിനിക്കൽ സ്റ്റാഫ് മറന്നു പോയാൽ പോലും ഈ ക്വസ്റ്റിനെയർ നോക്കിയിട്ട് നമുക്ക് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റിനെയർ നോക്കിയിട്ട് അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് ഈ വന്നിരിക്കുന്ന ഡോണറിനെ അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇയാളെ ഡിഫർ ചെയ്യണോ. ഡിഫർ എന്ന് വെച്ചാൽ ടെമ്പററി കുറച്ച് നാളത്തേക്ക് ബ്ലഡ് ഡൊണേഷനിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ പെർമനൻ്റ്ലി റിജക്റ്റ് ചെയ്യണോ, ഇയാൾ ബ്ലഡ് ഡൊണേഷന് ഒരു കാരണവശാലും ഫിറ്റ് അല്ല എന്ന രീതിയിൽ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കണ്ടീഷൻസ് വിച്ച് ക്യാൻ അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് ഡോണർ അല്ലേ, അതായത് ഒരാൾ ഇപ്പോൾ ഒരു ഡോണർ, അതായത് ബ്ലഡ് എടുക്കുന്ന ആളാരാണ്, റെസിപ്പിയൻ്റ് ആണ് അല്ലേ, സ്വീകർത്താവാണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആരാണ്, രക്തദാതാവാണ് അല്ലെ, മലയാളത്തിൽ രക്തദാതാവ് എന്ന് പറയും അല്ലെ, മറ്റേത് രക്ത സ്വീകർത്താവ്. അപ്പം ഏതൊക്കെ കണ്ടീഷൻസിൽ ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല, അതായത് ഇപ്പം ഞാനാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ കണ്ടീഷൻസിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന് ഹാർട്ട് ഡിസീസ് അല്ലെ, ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സർക്കുലേഷനിലൊക്കെ പ്രശ്നമുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് ഓൾറെഡി എനിക്ക് ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ എന്താണ്, ഇപ്പം ഞാൻ ബ്ലഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഹാർട്ടിൽ ചിലപ്പോൾ എൻ്റെ ബോഡിയിൽ ഷോക്കിലേക്ക് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ ഒന്ന് എപ്പിലെപ്സി എന്ന് വെച്ചാൽ നമുക്ക് ഈ സീഷ്യസ്, ചുഴലി എന്നൊക്കെ പറയത്തില്ല, അപസ്മാരം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അപസ്മാരമുള്ള പേഷ്യൻസ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അനീമിയ ഉള്ള പേഷ്യൻസ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. എന്താണ്, അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഹീമോഗ്ലോബിൻ റേഞ്ച് ഉണ്ട്, അതായത് 12.5 മുതൽ 17 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഹീമോഗ്ലോബിൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അനീമിയയുടെ കേസിൽ എന്താണ്, അവർക്ക് മിക്കവാറും ഒരു 10 താഴെ അല്ലെങ്കിൽ 8 ആ റേഞ്ചിലായിരിക്കും. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്താണ്, ഹീമോഗ്ലോബിൻ്റെ ലെവൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല. മിനിമം 12.5 mg പെർ ഡെസിലിറ്റർ എങ്കിലും വേണം, അത് അവിടെ ഇല്ല. അതുകൊണ്ട് അനീമിക് പേഷ്യൻസിൽ നിന്ന് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ സർക്കുലേറ്ററി പ്രോബ്ലംസ് വെച്ചാൽ ബ്ലഡിൻ്റെ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളവരും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ നമ്മളിപ്പോൾ ഹീമോഫീലിയ പോലത്തെ കണ്ടീഷനൊക്കെ അറിയാമല്ലോ, അതിനകത്ത് എന്താണ്, ക്ലോട്ടിംഗ് ഫാക്ടറിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലേ, അതായത് നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടർ 8 ഒക്കെ പ്രോബ്ലമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹീമോഫീലിയ ഉള്ള പേഷ്യൻറ്റിൽ നിന്നും നമുക്ക് ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, കാര്യം അയാളുടെ ബ്ലഡിനകത്തുള്ള ആ ഘടകങ്ങളാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, പിന്നെ കിഡ്നി കംപ്ലൈൻറ്റ്, അതായത് കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് എന്താണ്, അവരുടെ സർക്കുലേറ്ററിയിലൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ബോഡിയിൽ നിന്ന് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒരു ബ്ലഡ് ഡോണറായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഡയബറ്റിസ്. ഓക്കെ, ഡയബറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഇൻസുലിൻ ഒക്കെ എടുക്കുന്ന ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ, അതായത് ഡയബറ്റിസ് കൺട്രോൾഡ് ഓൺ ഡയബറ്റിസ് പേഷ്യൻ്റ്, അതല്ല ഡയബറ്റിസ് ഇപ്പോൾ കൺട്രോൾഡ് ആണ് പക്ഷേ റെഗുലറായിട്ട് ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അടുത്ത പറയുന്നത് എന്താണ്, അൾസേഴ്സ്. ഓക്കെ, അപ്പോൾ അടുത്തത്
മെൻസ്ട്രൽ പ്രോബ്ലംസ്. ഓക്കെ, മെൻസ്ട്രൽ പ്രോബ്ലംസ് പറയുമ്പോഴത്തേക്ക് ഇവിടെ പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എക്സസീവ് ബ്ലീഡിംഗ് ഉള്ളവരുണ്ട് അല്ലേ. മെൻസ്ട്രൽ പ്രോബ്ലംസ് ഒക്കെ പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് ഹെവി ക്രാംസ് ആയിരിക്കും, ചിലർക്ക് ബ്ലീഡിങ് കുറവായിരിക്കും, ചിലർക്ക് എക്സ്ട്രീം ബ്ലീഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യും, ഒരു മെൻസ്ട്രൽ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ബോഡിയിലുള്ള ബ്ലഡിൻ്റെ എമൗണ്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ പ്രഗ്നൻസി അല്ലേ, പ്രഗ്നൻസിയുടെ സമയത്ത് പ്രഗ്നൻസി സമയത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു ഗ്രോയിങ് ഫീറ്റസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ന്യൂട്രീഷനൊക്കെ ആ കുഞ്ഞിന് കൂടി വേണ്ടതാണ്. അപ്പം നമ്മൾ ആ ബ്ലഡ് എടുത്താൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ പ്രഗ്നൻസിയിൽ നമുക്ക് ബ്ലഡ് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഡെലിവറിക്ക് ശേഷം നമുക്ക് ബ്ലഡ് എടുക്കാം. എപ്പം? അതായത് 6 മാസത്തിന് ശേഷം, ഡെലിവറി കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം നമുക്ക് ബ്ലഡ് എടുക്കാം. പിന്നെ ഇനി ബ്രസ്റ്റ് ഫീഡിങ് മദറാണ്, അതായത് അപ്പം ചിലരിപ്പം 6 മാസം ചിലപ്പോൾ പുറത്തൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ എന്താ പറയുക ജോലിയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഡെലിവറി കഴിഞ്ഞ് ഉടനെ കുഞ്ഞുങ്ങളൊക്കെ ആരുടെയും അടുത്തൊക്കെ ആക്കിയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, 6 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബ്ലഡ് കൊടുക്കാം. കാര്യം അവർ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് അല്ല. നേരെ മറിച്ച് ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാൽ കൂട്ടുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കേസിൽ 1 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരെ ഒരു ബ്ലഡ് ഡോണറായിട്ട് നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റും. അപ്പം പ്രഗ്നൻസിയുടെ കേസിൽ പറ്റില്ല. അടുത്ത എന്താണ്, അൾസേഴ്സ് അല്ലെ. അൾസർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ എപ്പിത്തീലിയൽ ഉണ്ടാകുന്ന ആ ഒരു ഡിറേഞ്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് വ്രണങ്ങൾ പോലെ വരുന്നത്. അത് പെപ്റ്റിക് അൾസർ, അങ്ങനത്തെ ഡിയോഡനൽ അൾസർ എന്നൊക്കെ പറഞ്ഞാൽ പല ടൈപ്പ് അൾസർ ഉണ്ട്. അപ്പോൾ ഈ അൾസറിൻ്റെ കേസിൽ എന്താണ്, അവിടെ ബ്ലീഡിങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി ഉണ്ട്. അപ്പോൾ ഓൾറെഡി ലോസ് ഓഫ് ബ്ലഡ് ഉള്ള ഒരാളുടെ ബോഡിയിൽ നമുക്ക് ബ്ലഡ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അയാൾ ഒരു പൊട്ടൻഷ്യൽ ഡോണർ അല്ല. ഓക്കെ, അടുത്തത് ബ്രസ്റ്റ് ഫീഡിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിൽ അതായത് 1 ഇയർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്രസ്റ്റ് ഫീഡിങ് മദർ ഒരു പൊട്ടൻഷ്യൽ ഡോണറായിട്ട് മാറത്തുള്ളൂ. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹാർട്ട് ഡിസീസ് ഉണ്ട്, പിന്നെ എപ്പിലെപ്സി ഉണ്ട്, അനീമിയ ഉണ്ട്, പിന്നെ കിഡ്നി കണ്ടീഷൻസ് ഉണ്ട്, അതിലൊക്കെ സർക്കുലേറ്ററി പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ ഡയബറ്റിസ് കണ്ടീഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അൾസേഴ്സ് ഉണ്ട്, മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, പ്രഗ്നൻസി. ഈ കണ്ടീഷൻസിലൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അയാളൊരു പൊട്ടൻഷ്യൽ ഡോണറായിട്ട് കണക്കാക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ അയാൾക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് അസുഖങ്ങളുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി ഉള്ള ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലേ, അതായത് ഇപ്പം നമ്മുടെ ഇപ്പോൾ സിഫിലിസ്, ഗൊണോറിയ അങ്ങനത്തെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിൽ, പിന്നെ റീസെൻറ്റ് വാക്സിനേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് അത് 2 രീതിയിൽ വരും. വാക്സിനേഷൻ തന്നെ നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻ കിൽഡ് വാക്സിൻസും ഉണ്ട്, ലൈവ് വാക്സിൻസും ഉണ്ട് അല്ലേ. അപ്പോൾ മോസ്റ്റ്ലി ഈ കിൽഡ് വാക്സിൻസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ ഒരു പറയുന്ന കണക്ക് എന്താ പറയുക, അവരെ മാറ്റി നിർത്തത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ പക്ഷേ ലൈവ് വാക്സിൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ പോളിയോ ഒക്കെ സബൈൻ വാക്സിനൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, അതിനകത്ത് ലൈവ് വാക്സിനാണ്. ഓക്കെ, മറ്റേ പോളിയോ സാക്ക് വാക്സിനും ഉണ്ട്, സബൈൻ അല്ലേ വാക്സിനും ഉണ്ട്. അപ്പോൾ ഈ സാക്ക് വാക്സിൻ എന്ന് വെച്ചാൽ കിൽഡാണ്, അതിൻ്റെ കേസിൽ പ്രശ്നമില്ല. പക്ഷേ സബൈൻ വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പീരീഡ് കഴിയാണ്ട് നമുക്ക് അവരിൽ നിന്ന് ആ ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വാക്സിനേഷൻ ഒരു കാര്യമാണ്. പിന്നെ ആക്റ്റീവ് ട്യൂബർക്കുലോസിസ് ഉണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ട്യൂബർക്കുലോസിസ് ഇപ്പം പേഷ്യൻ്റ് TB പേഷ്യൻ്റ് ആണെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇയാൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് TB എല്ലാം മാറി പൂർണ്ണ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ പോലും 5 വർഷത്തിന് ശേഷം മാത്രമേ, ട്രീറ്റഡ് ആയിട്ടുള്ള ഒരു TB പേഷ്യൻ്റ് ആണെങ്കിൽ പോലും 5 വർഷത്തിന് ശേഷമേ അയാൾ ഒരു പൊട്ടൻഷ്യൽ ഡോണറായിട്ട് മാറും. ഇതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ നോക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മലേറിയയുടെ കേസിലും പറയുന്നുണ്ട്. ഓക്കെ, മലേറിയയുടെ കേസിൽ പറയുമ്പോഴത്തേക്ക് ട്രീറ്റഡ്, അതായത് മലേറിയ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാളുടെ ബോഡിയിൽ നിന്ന് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റൂ. കാര്യം ഈ മലേറിയയുടെ കണ്ടീഷൻ പിന്നീട് ഇടയ്ക്ക് റിലാപ്സിങ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ HIV അല്ലെങ്കിൽ എയ്ഡ്സ് അറിയാമല്ലോ, നമുക്ക് ഒരിക്കലും അവരുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം വൈറസിൻ്റെ ട്രാൻസ്മിഷൻ ഉണ്ടാവും. പിന്നെ ലങ് ഡിസീസ് ഉള്ളവർക്ക്, ഓക്കെ, ലങ് ഡിസീസ് ഉള്ളവർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് അല്ല നമ്മുടെ ബ്ലഡിൻ്റെ കമ്പോണൻ്റ് ഉള്ള ഇപ്പോൾ ഈസ്നോഫിൽസ് അങ്ങനത്തെയൊക്കെ ആ കമ്പോണൻസിൽ വേരിയേഷൻ കാണും. അപ്പം അവരുടെ കേസിൽ നമുക്ക് ലങ് ഡിസീസ് ഉള്ളവർക്ക് കേസിൽ നമുക്ക് ബ്ലഡ് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ അതിലൊക്കെ ഈ റീസെൻ്റായിട്ട് ഒരു ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ടുള്ളവർക്ക്, ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണേഷൻ അല്ല, ബ്ലഡ് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, ഓക്കെ, അതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ കേസിൽ നമുക്ക് ബ്ലഡ് എടുക്കാൻ പറ്റില്ല. കാര്യം ഇവർ ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞ്
കഴിഞ്ഞിരിക്കുന്നവരാണ്. അതായത് ഇവരിനി ആ ഒരു റിക്കവറി വന്ന് അവരുടെ ബോഡിയിൽ എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബ്ലഡൊക്കെ ഉണ്ടായി വരണം. അപ്പോൾ അതിനൊരു 1 ഇയർ ടൈം മിക്കവാറും എടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അവരൊരു പൊട്ടൻഷ്യൽ ഡോണർ അല്ല. അതുപോലെ തന്നെ സർജറി തന്നെ ചെറിയ സർജറി ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു റിമൂവലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അൾസർ റിമൂവ് ചെയ്ത് അങ്ങനത്തെ സർജറി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 3 മാസം കഴിഞ്ഞാൽ കൊടുക്കാം. 3 മാസം വരെ പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. മേജർ സർജറി ആണെങ്കിൽ നമ്മളൊരു 6 മാസം വരെ ബ്ലഡ് ഡൊണേഷനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. പിന്നെ പറയുന്നത് എന്താണ്, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. ഓക്കെ, അപ്പം അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? ഒന്ന് എയ്ഡ്സിൽ കാണാൻ പറ്റും അല്ലേ. അതായത് എയ്ഡ്സിൻ്റെ കേസിൽ കുറേ സിംറ്റംസ് നമുക്കറിയാം. അതായത് ഇപ്പം റിക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പനി വരിക, അതുപോലെ തന്നെ ഇവർക്ക് നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പിന്നെന്താ പറയുക ഇവർക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് കഫ് ഉണ്ടായിരിക്കും, അതായത് ഇങ്ങനെ നിലനിൽക്കുന്ന ചുമയുണ്ടായിരിക്കും, പിന്നെ ഈ ഗ്ലാൻസിൻ്റെ ഒക്കെ സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റമാണ് ഈ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം എയ്ഡ്സിൻ്റെ കേസിലും അത് വരും. അതുപോലെ വേറെ ഡിസീസ് ഏതാണ്? ക്യാൻസർ അല്ലേ. ക്യാൻസറിൻ്റെ കേസിലും ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മര്യാദയ്ക്ക് അല്ലെങ്കിൽ നോർമലായിട്ട് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഈ ഒരു ക്യാൻസറസ് കണ്ടീഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബോഡി അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് കാണിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി അവരിൽ നിന്ന് നമുക്ക് ആ ബ്ലഡ് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡോണർക്കും പ്രശ്നമാണ്, അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിനും പ്രശ്നമായിരിക്കാം. ഓക്കെ, അപ്പം ഇത്രയുമാണ് എന്ത് പറയുന്നത്, നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ കേസിൽ പറ്റത്തില്ല. ആക്റ്റീവായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ അത് കൂടുതലും നമ്മുടെ ലൈവ് വാക്സിൻസ് എടുക്കുന്ന കേസിലാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ആക്റ്റീവ് ട്യൂബർക്കുലോസിസിലുണ്ടെങ്കിൽ പറ്റത്തില്ല. അതുപോലെ തന്നെ മലേറിയ, HIV അല്ലെങ്കിൽ എയ്ഡ്സിൻ്റെ ഒക്കെ ഇൻഫെക്ഷൻ, പിന്നെ ലങ് ഡിസീസ്, അതുപോലെ തന്നെ ഈ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നിട്ടുള്ള ആളാണെങ്കിൽ, പിന്നെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർ അത് റെസിപ്പിയൻറ്റിനും ദോഷമാണ് അല്ലെ, സ്വീകരിക്കുന്ന ആൾക്കും പ്രശ്നമാണ്, അതുപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കും ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ട് മാറും. ഓക്കെ, ഇനി എന്താണ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഇപ്പം നമ്മുടെ ആ ക്ലിനിക്കിൽ ഇരിക്കുന്ന സ്റ്റാഫ് ഉണ്ടായിരിക്കുമല്ലോ, അയാൾക്ക് ഇതിനെക്കുറിച്ചൊരു മെഡിക്കൽ ഹിസ്റ്ററിനെ കുറിച്ചും ആ ഒരു ക്വസ്റ്റ്യനെയറിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു നോളജ് വേണം അല്ലേ. ഇപ്പം പേഷ്യൻറ്റിനോട് ചോദിക്കാൻ, ഡൊണേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ഡോണറോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് TB ഉണ്ടായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനെയറിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ TB ഉള്ള ഒരാൾ 5 വർഷത്തിന് ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നറിയില്ലാത്ത ഒരു ക്ലിനിക്കൽ സ്റ്റാഫാണ് ഇരിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഒരു ഹാംഫുൾ ഒരു കണ്ടീഷനിലേക്ക് പോകും. അതുകൊണ്ട് അവിടെ ക്ലിനിക്കിൽ ഇരിക്കുന്ന സ്റ്റാഫിന് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനെയർ, മെഡിക്കൽ ക്വസ്റ്റ്യനെയറിനെ കുറിച്ചും അതിലൊക്കെ ഒരു ക്ലിനിക്കൽ നോളജും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ ഡോണർ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള മെഡിക്കൽ വിവരങ്ങളുള്ള ഒരാളായിരിക്കണം. ഓക്കെ, താങ്ക് യു.